കെ മുരളീധരൻ MLA മൂപ്പര് മുഖ്യമന്ത്രിയുടെ വലിയ സുഹൃത്തൊക്കെയാണെങ്കിലും പ്രതിപക്ഷത്തായതുകൊണ്ട് ഭരണ പാർട്ടിക്കെതിരെ ഭയങ്കര അടിയാണ്. ഇപ്പോൾ ഭരണ ഉദ്യോഗസ്ഥ തർക്കത്തിൽ മുരളീധരൻ തീർത്തും ഉദ്യോഗസ്ഥരുടെ കൂടെയുമാണ്. അവരുടെ മനുഷ്യച്ചങ്ങലിലടക്കം കണ്ണിയായി അദ്ദേഹം. അതുകൊണ്ടരിശം തീരാത്ത വട്ടിയൂർക്കാവ് MLA തത്തയെ കയറി ആക്രമിച്ചു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ. ഒരു തത്തയ്ക്ക് വേണ്ടി എല്ലാ രംഗത്തുമുള്ള സിവിൽ സർവീസിലുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു സമീപനം മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുക. ആ തത്തയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നതിന് ഞാൻ മുമ്പ് പറഞ്ഞു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. ഏതാണ്ട് ഞരമ്പ് രോഗം. ആരെങ്കിലും കൊത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ല. UDFൻ്റെ മന്ത്രിമാരുടെ എല്ലാം വീടുകൾ കയറി ഇറങ്ങി. അവരുടെ വീടുകൾ മുഴുവൻ അരിച്ച് പെറുക്കി പരിശോധിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായി ത്വരിത പരിശോധനകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു. മുൻ മന്ത്രിമാരുടെ ഭാര്യ വീടുകൾ പരിശോധിച്ചു, അവരുടെ ലോക്കറുകൾ പരിശോധിച്ചു, ഒന്നും കിട്ടിയില്ല. ഇപ്പോഴ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരെ കൊത്താൻ നടക്കുക. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, ഒരു മന്ത്രി റിട്ടേൺ ഓർഡർ കൊടുത്താൽ ഒരു ഉദ്യോഗസ്ഥൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ ഒരു മന്ത്രി റിട്ടേൺ ഓർഡർ കൊടുത്തതിൻ്റെ പേരിൽ മന്ത്രിക്ക് സ്ഥാനം പോയി. അതിന് മന്ത്രിയുടെ ഉത്തരവ് അനുസരിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കുന്നതിന് അങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പം അതിൻ്റെ പേരിൽ IAS അസോസിയേഷൻ ഇപ്പോൾ പടക്കത്തിലാണ്. അടുത്തതായി മുരളീധരൻ കയറിപ്പിടിക്കുന്നത് മോദിജിയുടെയും പിണറായി സഖാവിൻ്റെയും ശരീരത്തിലേക്കാണ്. കുർത്തയിട്ട യഥാർത്ഥ മോദിയും മുണ്ടെടുത്ത പിണറായി മോദിയും തത്വത്തിൽ ചെയ്തു കൂട്ടുന്നത് ജനദ്രോഹം തന്നെയാണെന്ന് മുരളി ചൂണ്ടിക്കാണിക്കുന്നു. റേഷൻ ഇല്ല, പഞ്ചസാരയില്ല. കുർത്ത ധരിച്ച മോഡി നോട്ട് പിൻവലിച്ചപ്പോൾ CPIക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടെടുത്ത മോഡി നമുക്ക് റേഷന് നിഷേധിച്ച ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ കുർത്തയിട്ട മോഡി മണിലെസ് ട്രാൻസാക്ഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ മുണ്ടെടുത്ത മോഡി കേരളത്തിൽ കഴിഞ്ഞ ക്രിസ്മസിനെ സ്വീറ്റ്ലെസ് ക്രിസ്മസ് ആക്കി മാറ്റി. ക്രിസ്മസിലെ കേക്കുകൾക്ക് പോലും മധുരം ഉണ്ടായിരുന്നില്ല, കാരണം പഞ്ചസാര കിട്ടാനില്ല. ഇതിൻ്റെ ഇടയിലാണ് പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നിയമസഭയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷണർ, അത് പിന്നെ ഇവർ തമ്മിലൊരു തർക്കമാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാനെ ഒതുക്കാവുന്നിടത്തോളം ഒതുക്കുക. അതുകൊണ്ടാണല്ലോ പുറത്താക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഇതിൻ്റെ ചെയർമാൻ ആക്കിയപ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കാര്യം പോക്കണം. അപ്പോൾ അതാലോചിച്ചിട്ട് നിയമസഭയിൽ ആലോചിക്കണ്ടേ? ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പോൾ ഭരണം മാറിയെന്നല്ല ശരിയാണ്, പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരൊന്നും ഓട് പൊളിച്ച് നിയമസഭയ്ക്കകത്ത് കയറിയവരല്ലല്ലോ. ഭരിക്കുന്നവരെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടാണ് ഞാൻ നിയമസഭയിലേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ഭരിക്കുന്നവർക്ക് എൻ്റെ നിയോജകമണ്ഡലത്തിൽ 3ാം സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് നിയമസഭയെ വിശ്വാസത്തിലെടുക്കാതെ എന്ത് പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കും. അങ്ങനെ ഇന്നത്തെ മുരളി കൊയ്ത്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വിഷയം എവിടെയെങ്കിലും ഉണ്ടായാൽ അപ്പോൾ കയറി വന്നോളും. പിന്നെ താങ്കളുടെ പ്രഹരം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ക്ഷേമാന്വേഷണമൊക്കെ ഇടയ്ക്ക് നടത്തണമെന്ന് കൂടി അപേക്ഷിച്ചുകൊണ്ട് പ്രധാന തല്ലിക്കെട്ടുകളിലേക്ക് ഒരിക്കൽ കൂടി കടക്കാം. പറഞ്ഞ വാക്ക് മാറ്റാതെ രാഷ്ട്രീയ മഹാനാകാൻ AN രാധാകൃഷ്ണൻ. കമലിൻ്റെ ദുഃഖത്തിൽ അണിചേർന്ന് ബേബിയും സംഘവും. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഞാൻ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. എല്ലാ സവിശേഷതയും ഒത്തുചേർന്ന ഒരു ഭരണാധികാരി എന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായി എന്ന് മാത്രമാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. പ്രതിഷേധക്കാർ നടന്ന വഴിയിൽ യുവമൂർച്ചയുടെ ചാണക പ്രയോഗം. ബ്ലോഗ് എഴുതുന്ന താരങ്ങൾ മാറി നിന്നെടുത്ത് അലൻസിയർ കമലിനു വേണ്ടി റോഡിലിറങ്ങി. എന്റെ നാടിനെ കുറിച്ച് എനിക്ക് അഭിമാനം, എന്നിട്ടും എന്നോട് ചോദിക്കുന്നു നീ ആരെ? മൊബൈലിൽ പടം പിടിക്കുന്നവരെ കൊണ്ട് ക്ഷേത്രത്തിനും രക്ഷയില്ലെന്ന് യേശുദാസ്. ഇങ്ങനെ പോയാൽ പ്രാഥമിക കർമ്മത്തിന് എങ്ങനെ പോകുമെന്നും ഗാനഗന്ധർവന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നൊരു എന്തെങ്കിലും ഒരു അത്യാവശ്യമായ ഒരു കാര്യം ചെയ്യാൻ പറ്റാന്ന് വിചാരിക്കുന്നു. അപ്പോഴും ഫാമിലിയായിട്ട് വന്നാൽ പറഞ്ഞത് ശിരസ വഹിച്ച് ആസ്വാദക വൃന്ദം.
മംഗളദർശന ദായികേ ഹരിവരാസനത്തിലെ ഒരു വരിയിലെ സംശയം നമ്പൂതിരി തീർത്തു തന്ന കഥ പറഞ്ഞും ദാസേട്ടൻ. അരിവി മാത്രം ശരിയാണ്, അതിൽ സംശയം ചേർത്ത് പറയുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ ഒരു പ്രമാണം കൂടെ എൻ്റെ അടുത്ത് ഞാനെന്താ ചെയ്യുക. വിജിലൻസ് തത്തയുടെ കൊത്തു സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കെ മുരളീധരൻ. ആരെങ്കിലും കൊത്തിയില്ലെങ്കിൽ ഉറക്കം വരില്ല. UDFന്റെ മന്ത്രിമാരുടെ എല്ലാം വീടുകൾ കയറി ഇറങ്ങി. ഇന്ത്യയിലെ 2 മോദിമാരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനും മുരളി സമയം കണ്ടെത്തി. CPI-ക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടെടുത്ത മോഡി നമുക്ക് റേഷൻ നിഷേധിച്ച ഒരു സാഹചര്യമാണ്. ഇന്നത്തെ ക്രേസികളുടെ സമയവും അവസാനിക്കുകയാണ്. തിയേറ്റർ അടച്ചിട്ട് സമരം നടത്തിയിട്ടും സിനിമ കളിച്ചതിൻ്റെ പേരിൽ തിയേറ്റർ ഉടമകളുടെ സംഘടന 2 ആകുമെന്ന് ഉറപ്പായി. ഇതോടെ സിനിമയിൽ ഒരു പുതിയ സംഘടന കൂടി വരുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട.